എല്ലാ തലവേദനകളും ഒരിക്കലും മൈഗ്രെയിൻ അല്ല. അപ്പോൾ ആദ്യത്തെ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മളെ അടുത്തേക്ക് വരുന്ന പേഷ്യൻസിന് മൈഗ്രെയിൻ ഹെഡേക്ക് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യുന്നതാണ്. മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മൈഗ്രെയിനിലേക്ക് നിങ്ങളെ തള്ളിവിട്ട ഒരു എക്സ്റ്റേണൽ ഫാക്ടർ ഉണ്ടാകും. പലപ്പോഴും അത് ചിലപ്പോൾ നമ്മളൊരു നേരം വിശന്നിരുന്നതോ, ഒരു രാത്രി ഉറങ്ങാതിരുന്നതോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഈവൻറ്റ് ലൈഫിൽ നടക്കുന്നതോ, അല്ലെങ്കിൽ ഒരു യാത്ര പോയൊരു കുറേ നേരം യാത്ര ചെയ്തതോ അത്രയൊന്നും വേണ്ടി വരില്ല. ചിലപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ ഉപയോഗിച്ചൊരു പെർഫ്യൂമോ, റൂമിൽ യൂസ് ചെയ്ത റൂം ഫ്രഷ്നറോ, കാർ ഫ്രഷ്നറോ, ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഫാക്ടർ ആകാം. ഈ തലവേദന 5 മിനിറ്റ് മുതൽ ചിലപ്പോൾ 3 ദിവസം വരെ നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ ചില ആളുകൾക്ക് ചിലപ്പോൾ തലവേദന മാത്രമേ ആയിരിക്കും, ഒരു സൈഡിലേക്ക് കുത്തുന്ന രീതിയിലുള്ള ത്രോബിങ് ഹെഡേക്ക് എന്ന രീതിയിലുള്ള ഒരു തലവേദനയായിരിക്കാം, ഒരു സൈഡിലോട്ടേക്ക് മാത്രമുള്ളത്, തരിപ്പോട് കൂടിയത്. ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല, നല്ല വൊമിറ്റിംഗ് ആയിരിക്കാം, കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നാം. ചില ആളുകൾക്ക് തല കറങ്ങുന്ന പോലെ ആയിരിക്കാം. 3 ദിവസം വരെ അവർക്ക് വേറെ ജോലികളൊന്നും ചെയ്യാതെ അതൊരു സിവിയർ ഹെഡേക്ക് എന്നുള്ള ഒരു എൻറ്റിറ്റിയിലേക്ക് വരെ അവർക്ക് പോകാവുന്നതും ആകാം. ഇങ്ങനെയുള്ള ഒരു ത്രോബിങ് ഹെഡേക്ക് അല്ലെങ്കിൽ കുത്തുന്ന ഈ ഒരു വേദന വരുമ്പോൾ ആദ്യം തന്നെ അത് വീട്ടിൽ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ടെല്ലാം മാറും എന്ന് പറഞ്ഞിരിക്കരുത്. എപ്പോഴും അത് ഡോക്ടറെ അടുത്ത് പോയി അത് ഈ മൈഗ്രെയിൻ അറ്റാക്ക് തന്നെയാണ്, അതല്ലാതെ മറ്റൊരു കാരണത്താൽ വരുന്ന ഹെഡേക്ക് അല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും മറ്റൊരു ചലഞ്ച് തന്നെയാണ്.